സംസ്ഥാനത്ത് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച നടപടി സർക്കാർ ഉടൻ പിൻവലിക്കണമെന്ന് AIYF. നിരക്ക് വർദ്ധിപ്പിക്കാതെയുള്ള പ്രശ്നപരിഹാരത്തിനാണ് സർക്കാർ ശ്രമിക്കേണ്ടതെന്ന് AIYF പ്രസ്താവനയിൽ പറഞ്ഞു. തനേഷ് തമ്പി വിശദാംശങ്ങളുമായി. തനേഷ്, ഇതിനോടകം തന്നെ പ്രതിപക്ഷം സമരത്തിലാണ്. അപ്പോഴാണ് ഭരണപക്ഷത്തിന്റെ കൂടെയുള്ള ഒരു കക്ഷി, അവരുടെ ഒരു സംഘടന ഈ തരത്തിലേക്ക് നിലപാട് വ്യക്തമാക്കുന്നത്. എന്താണ് അവർ പറയുന്നത്? അനുജ, അതുതന്നെയാണ് ഇന്നത്തെ ഈ AIYFന്റെ പ്രസ്താവനയുടെ ഒരു പ്രസക്തി എന്ന് പറയുന്നത്. ഭരണകക്ഷിയിലെ രണ്ടാമത്തെ വലിയ കക്ഷി, ആ കക്ഷിയുടെ യുവജന സംഘടനയാണ് വൈദ്യുതി നിരക്ക് വർധനവ് പിൻവലിക്കണം എന്ന ആവശ്യം അതിശക്തമായി മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രമല്ല, അങ്ങനെ പിൻവലിച്ചില്ലെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുമെന്നും അവർ പറയുന്നുണ്ട്. എന്തായാലും ഇന്ന് ചേർന്ന എക്സിക്യൂട്ടീവ് യോഗമാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. വൈദ്യുതി ചാർജ് ഒരു തരത്തിലും നീതീകരിക്കാൻ കഴിയില്ല. ഗാർഹിക ഉപഭോക്താക്കൾക്കടക്കം ഈ വലിയ രീതിയിലുള്ള വർധനവാണ് വരുത്തിയിരിക്കുന്നത്. അത് ഈ സാധാരണ ജനങ്ങളെ വലിയ രീതിയിൽ ദ്രോഹിക്കുന്ന ഒന്നാണ് എന്നുള്ളതാണ് കാണുന്നത്. കേന്ദ്ര വൈദ്യുത നയത്തിൻ്റെ പേര് പറഞ്ഞ് അമിതഭാരം ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഉടൻ തന്നെ പിൻവലിക്കണം, ഇതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന നിലപാട് AIYF സ്വീകരിക്കുന്നു. സ്വാഭാവികമായും ഭരണകക്ഷിയിലെ പ്രമുഖ കക്ഷിയുടെ യുവജന സംഘടന തന്നെ അത്തരമൊരാവശ്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് പ്രതിപക്ഷ സമരങ്ങൾക്കും ഊർജ്ജം കൂട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത് സർക്കാരിന് വലിയ തലവേദന തന്നെ സൃഷ്ടിക്കും. എന്തായാലും മുൻപും വൈദ്യുതി നിരക്ക് വർധനവ് അടക്കമുള്ള സർക്കാരിൻ്റെ പല തീരുമാനങ്ങളിലും വ്യത്യസ്തമായ നിലപാട് AIYF സ്വീകരിക്കാറുണ്ട്. പിന്നീട് അവർ അതിൽ നിന്ന് പിന്നോട്ട് പോകുന്നതൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഇത് എങ്ങനെ ആയിത്തീരുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. വൈദ്യുതി നിരക്ക് വർധന പിൻവലിക്കണമെന്നതാണ് AIYFന്റെ ആവശ്യം.